ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം സൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഹിമാനി നർവാൾ എന്ന 22-കാരിയാണ് മരിച്ചത്. റോഹ്തക്കിലെ സാംള ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഈ മൃതദേഹം കണ്ടെത്തിയതെന്ന് ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, എന്താണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിലെ പ്രകോപനം? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ഹരിയാനയിലെ റോഹ്തക്കിൽ നടന്ന ഈ സംഭവം സംസ്ഥാനത്ത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടാണ് ഹിമാനി നർവാൾ എന്ന 22-കാരിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം ഈ സാംബ്ലയിലെ ബസ് സ്റ്റാൻഡിന് സമീപം ദേശീയപാതയോരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഒരു സംശയാസ്പദമായ നീല സൂട്ട് കേസ് കണ്ടതായി വഴിയാത്രക്കാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി പരിശോധിക്കുമ്പോൾ ഈ കഴുത്തിൽ ഒരു ദുപ്പട്ട ചുറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പ്രദേശത്തെ MLA തന്നെയാണ് മരിച്ചത് കോൺഗ്രസ് പ്രവർത്തകയായ ഹിമാനി നർവാൾ ആണ് എന്ന് സ്ഥിരീകരിച്ചത്. അവർ 2023 രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലെ നിറസാന്നിധ്യമായി ഹരിയാനയിൽ. തുടർന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെല്ലാം തന്നെ ഭൂപീന്ദർ ഹൂഡയ്ക്ക് വേണ്ടി പ്രചരണത്തിനായി അവർ സജീവമായി തന്നെ ഉണ്ടായിരുന്നു എന്നുമാണ് വ്യക്തമാക്കിയത്. തുടർന്ന് ഈ മൃതദേഹം പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയ ഘട്ടത്തിൽ ഇത് ദുപ്പട്ട കൊണ്ട് കഴുത്ത് ഞെരിച്ചാണ് കൊലപാതകമെന്നും ഇവരുടെ കൈകളിൽ മെഹന്തി ഉള്ളതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഏതോ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുമുള്ള സ്ഥിരീകരണമാണ്. ഈ സംഭവത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുന്നുവെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരുമായി ബന്ധമുള്ള ആളുകളുടെ ഇവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. SKN. താങ്ക് യു ബൽറാം നെടുങ്ങാടി.